ഹലോ ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് രാജേഷ് ഉണ്ണിത്താൻ. ഞാൻ ബെർലിൻ്റെ ബയോളജി ഫാക്കൽറ്റിയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് വരുന്ന നീറ്റ് എക്സാമിനേഷന്, അതായത് അടുത്ത മെയ്യിലെ 2024 മെയ്യിലെ നീറ്റ് എക്സാമിനേഷന് നമുക്ക് എങ്ങനെ ബയോളജിയിൽ, എസ്പെഷ്യലി സുവോളജിയിൽ നല്ല ഒരു റാങ്ക് സ്കോർ ചെയ്യാം. 180 മാർക്കാണ് സുവോളജിക്ക്. ആ 180 മാർക്കിൽ 180 എങ്ങനെ സ്കോർ ചെയ്യാം എന്ന് ചെറിയൊരു എൻ്റെ ഒരു ആശയം നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലൊരു മാതൃഭൂമി പത്രമുണ്ട്, മാതൃഭൂമി. ഞാൻ ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പത്രത്തിൽ നമ്മുടെ ഈ പ്രാവശ്യത്തെ ബ്രില്യൻറ്റിൻ്റെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ, നമ്മുടെ എല്ലാ അഭിമാനമായിട്ടുള്ള ആര്യ എഴുതിയ ഒരു കുറിപ്പ് ഞാൻ കണ്ടു. ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കുറിപ്പിനകത്തിൽ ആര്യ പറയുന്നു, ആര്യ എല്ലാ സബ്ജക്റ്റിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ബയോളജി ആയതുകൊണ്ട് ഞാനത് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു. ആ കുട്ടി പറയുന്നത്, ബയോളജി സബ്ജക്റ്റിൽ ഒരു ലൈൻ, NCERTയിലെ ഓരോ ലൈനും 3 പ്രാവശ്യം 2-3 പ്രാവശ്യം വായിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു അർത്ഥതലത്തിലേക്ക് എത്താൻ പറ്റുന്നത് എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് 2-3-4 പ്രാവശ്യം വായിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് എന്നല്ല ഉദ്ദേശം. അതിൻ്റെ കോൺസെപ്റ്റ്, ആ ഒരു ലൈൻ്റെ കോൺസെപ്റ്റ് എത്രത്തോളം ഡെപ്തിൽ അതിന് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ കുട്ടി അത് ഉദ്ദേശിച്ചത്. അത് 2-3 പ്രാവശ്യം വായിക്കുമ്പോഴാണ് എനിക്ക് ആ ലൈൻസിൻ്റെ മീനിങ് അതിൻ്റെ തലത്തിലേക്ക് എത്താൻ കഴിയുന്നത് എന്ന് ആ കുട്ടി പറഞ്ഞു. അതിനാണ് ഞാൻ ഈ പത്രം കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് മുൻപേ പറഞ്ഞവരും അത് തന്നെയാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക്, NCERT ആ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. അത് നന്നായി വായിക്കാതെ നമുക്കൊരിക്കലും നീറ്റിന് നല്ലൊരു സ്കോർ ബയോളജിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, എസ്പെഷ്യലി സുവോളജി. ഞാൻ ഈ സുവോളജി എന്ന് പറയാൻ കാരണം എൻ്റെ സബ്ജക്റ്റ് സുവോളജി ആയതുകൊണ്ടാണ് ഞാൻ സുവോളജി എടുത്തു പറഞ്ഞത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 38 ചാപ്റ്റേഴ്സ് ഉണ്ട്, 38 ചാപ്റ്ററുകളാണ്. ഈ 38 ചാപ്റ്ററുകളിൽ നിങ്ങൾക്കറിയാം ബോട്ടണി സുവോളജി ഈക്വലായിട്ട് വരും. അപ്പോൾ ഇതിൽ എങ്ങനെ പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, സാർ ഞങ്ങൾ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, പ്രത്യേകിച്ച് ബയോമോളിക്യൂൾ എന്നുള്ള ചാപ്റ്ററൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുപോലെ ജെനറ്റിക്സ്, പ്രിൻസിപ്പിൾസ്, മോളിക്കുലർ, ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര ആശങ്ക തോന്നുന്നു, പ്രയാസം തോന്നുന്നു എന്നൊക്കെ അവരെപ്പോഴും പറയാറുണ്ട്. അത് സത്യമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അധ്യാപകനാണെങ്കിൽ കൂടി അതെടുത്ത് വെച്ച് ആദ്യം വായിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടഫായിട്ടൊക്കെ തോന്നിയെന്നിരിക്കും. എന്നെപ്പോലെ ബ്രില്യൻറ്റിലെ മറ്റധ്യാപകർ, ഞാൻ അടക്കമുള്ള അധ്യാപകർ, ഞങ്ങളെല്ലാവരും വർഷങ്ങളായി ഇത് വായിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കതിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ആദ്യമായിട്ട് ആ ബുക്ക് എടുത്ത് വായിക്കുന്ന ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, എസ്പെഷ്യലി ഇപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് MSc പഠിച്ചു വന്ന അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് എക്സ്പേർട്ടായ ഒരാളാണെങ്കിൽ കൂടി ആദ്യമായിട്ട് ആ ബുക്ക് വായിക്കുമ്പോൾ ആൾക്ക് പ്രയാസമായിരിക്കും. പ്രയാസം എന്നല്ല, കുറച്ച് ദുരൂഹത തോന്നിക്കും, അതിനകത്ത് എന്തൊക്കെയോ ഒരു കോംപ്ലിക്കേഷൻ തോന്നിക്കും. അതാണ് NCERT. NCERT എഴുതിയിരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ്. അത് വളരെ ഡെപ്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഡെപ്തുള്ളൊരു ബുക്ക്, ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ആവർത്തിച്ച് വായിക്കുക. ഒരു തവണ പോരാ, ആവർത്തിച്ച് വായിക്കുക. മുൻപൊരിക്കൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ബ്രില്യൻറ്റിൽ തന്നെ, എനിക്ക് തോന്നുന്നു ഒരു 15 വർഷം മുമ്പ്, ഏകദേശം 15 വർഷം മുമ്പ് ബ്രില്യൻറ്റിൽ ഓൾ ഇന്ത്യ, അന്ന് എയിംസ് എന്ന് പറഞ്ഞൊരു പരീക്ഷ ഉണ്ടായിരുന്നു, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അങ്ങനെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് സെപ്പറേറ്റ് എക്സാം ആയിരുന്നു പണ്ട്, വളരെ പണ്ടാണ്. ഇപ്പോൾ എല്ലാം കൂടി ഒരു പരീക്ഷ നീറ്റ് ആണല്ലോ. അപ്പോൾ അന്ന് ഈ എയിംസ് എക്സാമിനേഷന് നിങ്ങളിപ്പോഴും പഴയ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എയിംസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് കാണാം. അത് പണ്ടത്തെ ചോദ്യമാണ്, പഴയ എയിംസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എയിംസ് എക്സാമിനേഷന് എനിക്ക് തോന്നുന്നു 14ാം റാങ്ക്, ഇന്ത്യയിൽ 14ാം റാങ്ക് നേടിയ കുട്ടി, ആ കുട്ടിയെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടി ഇന്നൊരു അറിയപ്പെടുന്ന സൈക്കാട്രിസ്റ്റാണ്, ഡോക്ടറാണ്, അറിയപ്പെടുന്ന സൈക്കാട്രിസ്റ്റാണ്. ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വേ ഓഫ് സ്റ്റഡി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പെൻസിൽ എടുത്തിട്ട് NCERT ബുക്കിലെ ഓരോ ലൈൻ്റെ അടിയിൽ കൂടിയും ഇങ്ങനെ വരയ്ക്കും. കാരണം അദ്ദേഹം മലയാളം മീഡിയം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയായിരുന്നു അന്ന്. 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയാണ്. നിങ്ങളെപ്പോലെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയല്ല, മലയാളം മീഡിയം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയാണ്. ആലോചിക്കണം, പല വാക്കുകളുടെ മീനിങ് അത്ര നന്നായിട്ട് അറിയണം എന്നില്ല. അതുപോലെ സെൻറ്റൻസുകൾ ചിലപ്പോൾ എന്താണ് പറയുന്നതെന്ന് അർത്ഥം അറിയണം എന്നില്ല.
അപ്പോൾ ആ കുട്ടി ഒരു പെൻസിൽ എടുത്ത് വെച്ചിട്ട് ഓരോ ലൈനിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വരയ്ക്കും. അതായത് ഇങ്ങനെ ലൈൻ ബൈ ലൈൻ വായിക്കും. പെൻസിൽ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ വായിക്കും. പെൻസിൽ കൊണ്ട് വരയ്ക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, പെൻസിൽ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ വായിക്കും. വായിക്കുമ്പോൾ എവിടെയാണോ ഡൗട്ടുള്ളത് ആ ഭാഗം അണ്ടർലൈൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കും പെൻസിൽ കൊണ്ട്. അങ്ങനെ ആ ഒരു ടെക്സ്റ്റ് ചാപ്റ്റർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ ആണെങ്കിൽ ആ ചാപ്റ്റർ മുഴുവൻ ആ കുട്ടി വായിക്കുന്നു, പലതവണ വായിക്കുന്നു. അപ്പോൾ ഡൗട്ടുള്ള ഭാഗങ്ങളെല്ലാം കുട്ടി അണ്ടർലൈൻ ചെയ്ത് വെക്കും. ഞാനിവിടെ ഒരു സാധാരണ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് കേട്ടോ. മിടുക്കനായ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാനിത് പറയേണ്ട ആവശ്യമില്ല. ഒരു സാധാരണ ലെവലിലുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നാണ് പറയുന്നത്. ഒരു മലയാളം മീഡിയം ക്ലാസ്സിൽ പഠിച്ച ആവറേജ് എന്ന് സ്വയം വിചാരിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത്തരം കുട്ടികൾ ഇതുപോലെ വായിക്കുക. ആ കുട്ടി, ആ സൈക്കാട്രിസ്റ്റ്, ഇന്ന് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ആ കുട്ടി, നമ്മുടെ അഭിമാനമായിട്ടുള്ള ആ കുട്ടി ചെയ്തതുപോലെ ലൈൻ ബൈ ലൈൻ വായിക്കുക. വായിക്കുമ്പോൾ ഡൗട്ട് വരുന്ന സ്ഥലത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. എന്നിട്ട് നമ്മുടെ പ്രമുഖരായ അധ്യാപകരുള്ള ബ്രില്യൻറ്റിലേക്ക് എത്തുക. നിങ്ങളവിടെ പഠിക്കുന്ന കുട്ടിയാണ്, നിങ്ങൾക്ക് ബെസ്റ്റ് കോച്ചിങ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് റൂമിൽ നമ്മുടെ എല്ലാ സബ്ജക്റ്റിലുള്ള എക്സ്പേർട്ടായിട്ടുള്ള ഫാക്കൽറ്റീസ് അവിടെ ഉണ്ട്. അതിലൊരാളെ പോയി കാണിക്കുക. അവർ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് അത് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേടിയേ വേണ്ട. അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ എനിക്കിത് വായിച്ചാൽ മനസ്സിലാകുമോ, അല്ലെ ഞാൻ ഈ പറഞ്ഞ ലൈൻസൊക്കെ എങ്ങനെ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോയി വായിച്ചെനിക്ക് ക്ലിയർ ആകുന്നില്ലല്ലോ എന്ന് പേടി വേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് അധ്യാപകൻ്റെ അടുത്ത് ചോദിക്കണം, സാർ ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരും, ഇതിൻ്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞ് എന്ത് നാണക്കേടും, ഒരു നാണക്കേടുമില്ല. നമ്മൾ അഭിമാനത്തോടെ ചോദിക്കണം. കാരണം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ NCERT വായിക്കുക. ഇതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത് പറയാനുള്ളത് ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പഴയ നമ്മുടെ ചില കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഓൾഡ് റാങ്ക് ഫയൽസ്, അതായത് നമ്മുടെ മെറ്റീരിയൽസ്, നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽ അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ലൈബ്രറിയിലുള്ള ബുക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ചില ബുക്കുകളൊക്കെ വളരെ പഴയ ബുക്കുകളുണ്ടാവും. അല്ലെ ചില ബുക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പം 90s ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ദയവ് ചെയ്ത് 90കളിലെയോ 95കളിലെയോ 2000ലെയോ ഒന്നും ചോദ്യങ്ങൾ ബയോളജിയിൽ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ള അഡ്വൈസ്. കാരണം അറിയാമോ, 90 മുതൽ ഏതാണ്ട് ഒരു 97, 98 വരെ ഞാനടക്കമുള്ള നമ്മുടെ അധ്യാപകരെല്ലാം പഠിപ്പിച്ചിരുന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ്. അന്ന് നിങ്ങൾക്കറിയാം, ആൽഗ പ്ലാൻ കിങ്ഡത്തിലാണ്, ഫംഗസ് പ്ലാൻ കിങ്ഡത്തിലാണ്, ബാക്ടീരിയ പ്ലാൻ കിങ്ഡത്തിലാണ്, പ്രോട്ടോസോവ അനിമൽ കിങ്ഡത്തിലാണ്. ആ ക്ലാസിഫിക്കേഷൻ മാറി 96 തോന്നുന്നു, മാറിയിട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. അങ്ങനെ വലിയ ചേഞ്ചുകൾ വന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി. 2005 വരെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോളജി എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത, ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ലിവിങ് വേൾഡോ കാര്യങ്ങളോ ഒന്നുമല്ല, അതിൻ്റെ സിലബസ് വേറെയാണ്. പക്ഷേ ഈ വ്യത്യാസം നിങ്ങൾക്ക് ഒരിക്കലും കെമിസ്ട്രിയിലോ ഫിസിക്സിലോ ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾ 90s 2000 ഒക്കെ ചോദ്യങ്ങൾ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ചെയ്ത് നോക്കിയോ, ഒരു കുഴപ്പമില്ല, ചെയ്യാം. കാരണം അന്നുള്ള വെലോസിറ്റി തന്നെ ഇന്നുള്ള വെലോസിറ്റി, അന്നുള്ള ആക്സലറേഷൻ ഇന്നുള്ള ആക്സലറേഷൻ. അതുപോലെ എല്ലാം കെമിസ്ട്രി നിങ്ങൾ പഠിക്കുന്ന മോൾ കോൺസെപ്റ്റ് അന്നുള്ളവരാണ് ഇന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കെമിസ്ട്രി ഫിസിക്സ് നിങ്ങൾ എത്ര വർഷം മുന്നുള്ള ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ബയോളജി നിങ്ങൾ ദയവ് ചെയ്ത് ഒരു 2008 ശേഷം ഇങ്ങോട്ടുള്ളത് മാത്രം ചെയ്താൽ മതി. പുതിയ NCERT എന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നോ അന്നോട്ടുള്ളത് മാത്രം ചെയ്താൽ മതി, നിങ്ങൾ പഠിക്കുന്ന NCERT. അതുപോലെ നീറ്റിൻ്റെ പഴയ ചോദ്യ പേപ്പറുകൾ 2013 മുതൽ ഇങ്ങോട്ടുള്ള നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്യുക, അതിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുക. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, ഒരു പരീക്ഷ പോലെ അത് എഴുതി പഠിക്കണം. നിങ്ങൾ വെറുതെ അതിങ്ങനെ എഴുതിയാൽ പോരാ. നിങ്ങളുടെ വാച്ച് അഴിച്ച് മുന്നിൽ വെക്കുക, വാച്ച് അഴിച്ച് മുന്നിൽ വെച്ചിട്ട് ടൈം സെറ്റ് ചെയ്യുക. ആ ടൈം സെറ്റ് ചെയ്തിട്ട് കൃത്യസമയത്തിൽ അത് തീരുന്ന രീതിയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യണം. ഇത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏതൊക്കെ സബ്ജക്റ്റുകളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. ഇപ്പം വായിച്ചു മനസ്സിലാക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററുകളൊക്കെ ഉണ്ട്. ഇപ്പം ഇക്കോളജി, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, ഇക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, ഇത്തരം ചാപ്റ്ററുകളുടെ പ്രത്യേകത എന്താ പറയും. അതിൽ ജസ്റ്റ് തിയറി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ തിയറി കുറച്ച് മെമ്മറൈസ് ചെയ്യാനുള്ള ഡാറ്റാസ്, ഈ കാര്യങ്ങൾ നമ്മൾ നിരന്തരം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അതേസമയം നിങ്ങൾ ബയോമോളിക്യൂൾ എന്നുള്ള ചാപ്റ്ററോ ജനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററോ ബയോടെക്നോളജി എടുക്കുമ്പോൾ അവിടെ ഒരുപാട് പ്രോസസ്സുകളും
അതുപോലെ കുറച്ച് കോൺസെപ്റ്റുകളും അതേപോലെ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം വരും. അപ്പോൾ അതിനെ ഡീൽ ചെയ്യേണ്ട രീതി ആ രീതിയാണ്. ഒരു പ്രത്യേക സബ്ജക്റ്റാണ് ബയോളജി. ഫിസിക്സ് പോലെയല്ല, കെമിസ്ട്രി പോലെയല്ല. നമുക്ക് തിയറി ഉണ്ട്, വായിക്കാൻ തിയറി ഉണ്ട്, ചെയ്യാൻ പ്രോബ്ലം ഉണ്ട്, അറിയാനുള്ള ഇക്വേഷൻസ് ഉണ്ട്, അതുപോലെ കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം വരുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി. ഭയപ്പെടേണ്ട കാര്യമില്ല. ഒറ്റ രീതിയിൽ മാത്രം അതിനെ അപ്രോച്ച് ചെയ്യുക, നിരന്തരം വായിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബയോമോളിക്യൂൾ, ജനറ്റിക്സ് ഇങ്ങനെയുള്ള ചാപ്റ്ററുകൾ, ബയോടെക്നോളജി ഇങ്ങനെയുള്ള ചാപ്റ്ററുകളെ അതിൻ്റെ രീതിയിൽ അപ്രോച്ച് ചെയ്യുക. അത് നിങ്ങൾ ക്ലാസ്സിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു അധ്യാപനം ഇപ്പോൾ നിങ്ങൾ ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്തു, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കണ്ടോളൂ. സെക്കൻഡ് ഇയർ ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും നല്ല അധ്യാപകർ വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. ബ്രില്യൻറ്റിലെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ അവർ ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും നല്ല അധ്യാപകരാണ്. അവർ വന്ന് ബയോടെക്നോളജി പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ജനറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ആ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യും. ആ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് മുൻവിധി വേണ്ട. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വായിക്കേണ്ട ചാപ്റ്ററുകളുണ്ട്. ഇപ്പോൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ധാരാളം വായിക്കാനുണ്ട്. അവിടെ പിക്ചറുകളുണ്ട്, നോക്കി സ്ട്രക്ചർ നോക്കി മനസ്സിലാക്കി. പിന്നെ ആ ചാപ്റ്ററിന് ഞാൻ പറഞ്ഞ 3 ചാപ്റ്ററുകൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോളൂ. ഒന്ന് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, 2 സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷൻ, 3 ഞാൻ എപ്പോഴും പറയുന്ന ബയോമോളിക്യൂൾ. ഈ 3 ചാപ്റ്റർ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് എൻ്റയർ ബയോളജി ഈസി ആയിരിക്കും. ഈ 3 ചാപ്റ്റർ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷൻ, ബയോമോളിക്യൂൾ. ഈ 3 ചാപ്റ്റർ എൻ്റെ കുട്ടികൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും ഈസിയാവും. ഇതുകൂടി എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പം ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടി പറയാം. നന്നായി വായിക്കുക, NCERT ലൈൻ ബൈ ലൈൻ വായിക്കുക. സംശയമുള്ളത് അണ്ടർലൈൻ ചെയ്ത് നമ്മുടെ അധ്യാപകരെടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ പഴയ ചോദ്യങ്ങൾ, ഒരുപാട് പഴയ ചോദ്യങ്ങൾ ഒഴിവാക്കുക. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അത് റെഫർ ചെയ്യുക. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ചാൽ അറിയാം, ഏതാണ്ട് 99.9% ചോദ്യങ്ങളും NCERT മാത്രമാണ്. അപ്പോൾ NCERT ആണ് നമ്മുടെ ബൈബിൾ. അത് നന്നായി പഠിക്കുക. ഇത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോ ചാപ്റ്ററിനും ഓരോ അപ്രോച്ചുണ്ട്. ഈ അപ്രോച്ച് എങ്ങനെയെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മുടെ ക്ലാസ്സുകൾ, ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വരാതിരിക്കരുത്, ആബ്സെൻ്റ് ആവരുത്. ഒരു ക്ലാസ് വിലപ്പെട്ടതാണ്. ഓരോ അധ്യാപനം എടുക്കുന്ന ക്ലാസ്സും വിലപ്പെട്ടതാണ്. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ടീച്ചർ പറഞ്ഞു തരുന്ന, ആ ഫാക്കൽറ്റി പറഞ്ഞു തരുന്ന മെത്തഡ് ഓഫ് ആ എക്സ്പ്ലനേഷൻ നമുക്കത് വല്ലാതെ നമ്മുടെ തലയിലേക്ക് കടക്കും. നമ്മൾ പഠിക്കുക ആ ചാപ്റ്റർ. പിന്നെ ആവർത്തിച്ചുള്ള വായന, നിരന്തരം വായിക്കണം, ദിവസവും വർക്ക് ചെയ്യണം, എല്ലാ ദിവസവും വർക്ക് ചെയ്യണം. ഇതാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ അവസാനമായിട്ട് ഈ സ്ഥാപനത്തെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. ഞാനത് പറയാനൊരു കാരണം, നമ്മൾ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ, എത്രയോ വർഷങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റാങ്ക് നേടുന്ന കേരളത്തിലെ ഏക സ്ഥാപനം ബ്രില്യൻ്റാണ്. അതിൻ്റെ കാരണം ഇതാണ്. എനിക്ക് മുന്നേ പറഞ്ഞവരും ഞാനിപ്പോൾ പറയുന്നതും എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്ന് ബ്രില്യൻറ്റിന് അറിയാം. എങ്ങനെ പഠിക്കണം എന്ന് ബ്രില്യൻറ്റിലെ കുട്ടിക്ക് അറിയാം. എങ്ങനെ പഠിപ്പിക്കണം എന്ന് ബ്രില്യൻറ്റിലെ ടീച്ചേഴ്സിന് അറിയാം. അതെങ്ങനെ നടത്തണം എന്ന് ബ്രില്യൻറ്റ് നടത്തുന്നവർക്കും അറിയാം. അതാണ് അതിൻ്റെ കാരണം. അപ്പം നിങ്ങളിപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഭാഗമായി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇനി നിങ്ങൾ ഞങ്ങൾ പറയുന്ന, അധ്യാപകർ പറയുന്ന കേൾക്കുക, ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ഡയറക്ടേഴ്സ് പറയുന്ന കേൾക്കുക. അതനുസരിച്ച് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്താൽ വരുന്ന നീറ്റ് എക്സാമിന് നമുക്ക് പൊളിക്കാം, അടിപൊളി മാർക്ക് വാങ്ങിക്കാം. ഇതിന് യാതൊരു സംശയമില്ല. അപ്പോൾ കമ്മിങ് നീറ്റ് എക്സാമിനേഷൻ അടുത്ത മെയ്യിൽ നമുക്ക് പൊളിക്കണം. ഒരു സംശയം വേണ്ട. അടിപൊളിയായിട്ട് നല്ല സൂപ്പർ മാർക്ക് നമുക്ക് ബയോളജിയിൽ നേടാം. 360-ൽ 360. ഓക്കെ അല്ലേ? ഞാൻ കൂടെയുണ്ട്. ഓക്കെ, ഞാൻ മാത്രമല്ല, നമ്മുടെ ബ്രില്യൻറ്റിലെ എല്ലാ അധ്യാപകരും നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് അടിച്ച് പൊളിക്കാം. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.